ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. അവരാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ ഒരു വചനഭാഗത്തിൽ ഈശോയുടെ ജീവിതത്തിലെ 2 പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് ഈ വചനഭാഗം എന്ന് പറയുന്നത്? ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് ആവശ്യപ്പെട്ട് ഈശോ അവനെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോ അവനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവനോട് പറയുകയെ ഇത് ആരോടും പറയരുത്. എന്നാൽ അവൻ പോയി ജനക്കൂട്ടത്തോട് പറഞ്ഞപ്പോൾ ഈ ജനങ്ങളെല്ലാം ഈശോയുടെ അടുക്കലേക്ക് വന്നു. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് അവൻ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജീവിതത്തിൽ പ്രശസ്തി ആഗ്രഹിക്കാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നവും ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർ കാണണം, മറ്റുള്ളവരിൽ നിന്ന് പ്രശസ്തി നേടണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. ഈ പ്രശസ്തി കിട്ടാതെ വരുമ്പോൾ, ഈ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ പോലും നമ്മൾ നിർത്തിക്കളയുകയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഇന്ന് ഏറി വരുന്ന ഒരു ലോകമായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ നമ്മളോട് പറയും, നീ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട്, അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ ബഹുമാനം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യേണ്ട. ആ ചെയ്യുന്നതൊന്നും ദൈവ തിരുമുൻപിൽ വിലയുണ്ടാവുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടോ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട്, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നിർത്താം. ദൈവത്തിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കാം. മറ്റുള്ളവരെക്കാൾ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത്, ഈശോയുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ശക്തി എന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ്. അവൻ വിജനപ്രദേശങ്ങളിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണും. ഈ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയത്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് കുറഞ്ഞു പോകുന്നതും ഈ ഒരു ശക്തിയാണ്. ഭൗതികമായ പല ശക്തികളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. എന്നാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയിൽ നമ്മൾ കുറഞ്ഞു പോവുക. ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്, എന്നെപ്പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട്. അതേപോലെ നാം ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളും ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ മറ്റുള്ളവരിൽ നിന്ന് പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാതെ, മറിച്ച് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി നന്മകൾ ചെയ്യുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.